മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടുണർത്തി അവികല നിർമ്മല സൗഖ്യം വളർത്തി അതിലൊക്കെ ആധാര സൂത്രമിളക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തെ ഫസ്റ്റ് മീറ്റിംഗ് മാർച്ച് കഴിഞ്ഞു. ഏപ്രിൽ മാസത്തെ ഫസ്റ്റ് മീറ്റിംഗ് വിഷു ഇന്നലെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷു കഴിഞ്ഞെങ്കിലും അതിൻ്റെ വിഷസ് പാസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പൊതുവെ പറയാറുള്ളത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാവണം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം അടുത്ത സാമ്പത്തിക വർഷത്തിലും നല്ല കളക്ഷനും നല്ല റെമ്യൂണറേഷനും ഡീഫോൾട്ടും ഇല്ലാത്ത, സ്ഥിരം പറയുന്ന അത് തന്നെ, ഡീഫോൾട്ടും ഇല്ലാത്ത ഒരു പുതുവർഷം നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാർച്ച് മാസത്തിലെ അവലോകനത്തിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഒരു വൈകിയ വിഷു ആശംസകൾ നേരുകയാണ്. 11ാമത്തെ വാർഷിക ആഘോഷങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടി ഞാൻ ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ മലപ്പുറം ബ്ലോക്കിൽ ഇപ്പോൾ നിലവിൽ 28 ഏജൻറ്റുമാരാണ് ഉള്ളത്. അതിൽ 4 ഏജൻറ്റുമാർ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ്. ബാക്കി 24 ഏജൻറ്റുമാരാണ് നിലവിലെ ബ്ലോക്കിൽ നിന്ന് ഹോണറേറിയം വാങ്ങിക്കുന്നവരുള്ളത്. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഇപ്പോൾ ഏജൻറ്റുമാരുടെ നിയമനം നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഏറെക്കുറെ ഒരു പ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുള്ളത് വെച്ചാൽ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു ഏജൻറ്റ് വരാറുണ്ട്. പൊന്നാനി എൻ്റെ വീട്. ഒരു രാധേച്ചി ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ ശരിക്കും ഒരു വീട്ടിലൊരു കുടുംബാംഗത്തെ പോലെയാണ്. പിന്നെ വർഷങ്ങളോളായിട്ട് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ ചേരാറുണ്ട്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തൊന്ന് ചേരും. അച്ഛനുണ്ട് അമ്മയ്ക്കുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അവർ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ മാസത്തിൽ 1-2 തവണ വരും. വിശേഷങ്ങളൊക്കെ ചോദിക്കും. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ചിലപ്പോൾ പോവുക. അപ്പോൾ അത്രയും അടുപ്പമാണ് ഈ നമ്മുടെ ഏജൻറ്റുമാർക്ക് നമ്മുടെ വീടുകളിലിട്ടുള്ളത്. നമ്മളെ ഒരു യശോദേച്ചി മരണപ്പെടുകയുണ്ടായി. നല്ല കളക്ഷനുള്ള ഒരു ഏജൻ്റായിരുന്നു. നന്നായി വർക്ക് ചെയ്യുന്ന, അതുപോലെ റിപ്പോർട്ടൊക്കെ വളരെ കൃത്യമായിട്ട് തരുന്ന, നല്ല വൃത്തിയുള്ള കയ്യക്ഷരത്തിൽ തരുന്ന ഒരു, എല്ലാത്തിലും സൂക്ഷ്മത പാലിക്കുന്ന ഒരു ഏജൻ്റായിരുന്നു. അവരുടെ വിയോഗം നമ്മളെ വല്ലാണ്ട് ബാധിക്കുകയുണ്ടായി. നമുക്ക് വലിയൊരു ഫീലിംഗ് ആയിരുന്നത്. ഏതായാലും ഈ സന്ദർഭത്തിൽ നമ്മൾ അവരെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 28 ഏജൻറ്റുമാരും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിൽ ഒരു ചെറിയൊരു കണക്ക് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതിയ അക്കൗണ്ടുകൾ തുടങ്ങിയതിൽ എന്ന് വെച്ചാൽ 2025-26 സാമ്പത്തിക വർഷം പുതിയ അക്കൗണ്ടുകൾ തുടങ്ങിയതിൽ
അതിൽ നാലാം സ്ഥാനത്തുള്ളത് 108 അക്കൗണ്ടുമായിട്ട് സജനി. പലരും ക്ലാപ്പ് കൊടുക്കുക. സജനിൻ്റെ മുഴുവൻ പേര് സജനി KC. 108 അക്കൗണ്ടുമായിട്ട് 4-ാം സ്ഥാനത്തുണ്ട്. 3-ാം സ്ഥാനത്തുള്ളത് 110 അക്കൗണ്ടുമായിട്ട് ശ്രീദേവി ചേച്ചിയാണ്. 2-ാം സ്ഥാനത്ത് 189 അക്കൗണ്ടുമായിട്ട് കൗസല്യ ചേച്ചിയാണുള്ളത്. 1-ാം സ്ഥാനത്ത് 195 അക്കൗണ്ടുമായി ഭാനുമതി ചേച്ചി 1-ാം സ്ഥാനത്ത് എത്തിയത്. അതേപോലെ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഈ പുതിയ അക്കൗണ്ടുകളിലുള്ള എമൗണ്ട് കേട്ടോ, മൊത്തം കളക്ഷൻ അല്ല, പുതിയ അക്കൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സമാഹരിച്ചത് 4-ാം സ്ഥാനത്ത് നമ്മുടെ രത്നം ചേച്ചിയാണ്. രത്ന ചേച്ചി 2,95,200 രൂപ സമാഹരിച്ചിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് 3,10,000 രൂപ സമാഹരിച്ച് കൗസല്യ ചേച്ചിയുണ്ട്. 2-ാം സ്ഥാനത്ത് 3,10,500 രൂപ സമാഹരിച്ച് ശ്രീദേവി ചേച്ചിയുണ്ട്. 1-ാം സ്ഥാനത്ത് 3,58,500 രൂപ സമാഹരിച്ചുകൊണ്ട് അതിലും 1-ാം സ്ഥാനം നിലനിർത്തുന്നത് മനോഹർ ഭാനുമതി ചേച്ചിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് 2025-26 പുതിയ കളക്ഷനും പുതിയ കളക്ഷനിലെ എമൗണ്ടും പുതിയ അക്കൗണ്ടും ഉള്ളത്. നമ്മളെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ കളക്ഷൻ നമ്മളെ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു ഏറ്റവും കൂടുതൽ സീനിയറിറ്റി ഉള്ള ഏജൻറ്റിനെ ഒന്ന് പറയണം. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ബ്ലോക്ക് ഓഫീസിൽ ഇപ്പം നമ്മളെ ഓഫീസിൽ പോസ്റ്റ് ഓഫീസിലാണെങ്കിലും ബ്ലോക്ക് ഓഫീസിലാണെങ്കിലും ഇപ്പം നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പോലെയാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം അറിയാം. ഞാനൊക്കെ അസലായിട്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ അതൊന്നും ഇല്ല ഇപ്പോൾ. ഇപ്പം നമ്മൾ എത്ര ഹാപ്പി. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകുക സന്തോഷമാണ്. അന്നൊക്കെ ഒന്ന് പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ദിവസമാണല്ലോ എന്നറിയിക്കുമ്പോൾ നല്ല ടെൻഷനായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് നമ്മൾ എല്ലാവർക്കും അതെ, നമുക്ക് ചെല്ലുമ്പോൾ നല്ലൊരു സമീപനമാണ്. നമ്മളെ പോസ്റ്റ് മാഷന്മാരൊക്കെ എത്രയോ അവിടുത്തെ ഒരു സ്റ്റാഫായിട്ടാണ് ഇപ്പം നമ്മളെ കാണുന്നത്. അതുകൊണ്ട് ബ്ലോക്ക് ഓഫീസിലാണെങ്കിലും അതെ, നമുക്ക് നമ്മുടെ ജിയോ സാറ് ഇപ്പം ഇതുവരെ നമുക്ക് എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. നമ്മുടെ സുജാത മാഡത്തിനൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നല്ലോണം ഓർക്കേണ്ടതാണ്. നമ്മളെ വിട്ടുപോയിട്ടാണെങ്കിലും നമുക്ക് എല്ലാ മീറ്റിങ്ങിൽ വരലും നമുക്ക് നല്ലോണം നമുക്ക് പ്രചോദനം തന്നിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. നമ്മളെ ഓരോ മീറ്റിങ്ങിലും നിർത്തി നമ്മളെ ഫോട്ടോ എടുക്കലും കൂടുതൽ കളക്ഷൻ ഉള്ളവർ ആരാണ് അത് നോക്കലും, അതിനെ 10,000-ൻ്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സമ്മാനം കൊടുക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാഡം നമ്മളിങ്ങനെ പൊന്തി വരുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് നമ്മളെ വിട്ട് നമ്മളെ മാഡം പോയത്. അതുകൊണ്ട് നമ്മൾ കുറേ താഴേക്ക് പോയി. ഇപ്പം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, ഇല്ലയെന്ന് പറയല്ല. പക്ഷെ അന്നത്തെ ഒരു കാര്യം നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ചെയ്തു. അത് നമുക്കിപ്പം മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മളെ ഏജൻറ്റുമാരും തന്നെ നമ്മുടെ യശോദ, സരോജിനി, ഇവർ രണ്ടുപേരും നമ്മളെ വിട്ടുപോയി. അതൊക്കെ നമ്മൾ ഈ സമയത്തൊന്ന് ഓർക്കുക. പിന്നെ ഇപ്പോഴത്തെ മീഡിയമാർ കുറേ നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ നന്നായിട്ട് നമ്മളിപ്പോൾ കളക്ഷൻ കൂടുതലുള്ളവരുടെയും എല്ലാവരുടെയും പറഞ്ഞില്ലേ, എല്ലാവരും അതേപോലെ പിന്നെ ഡീഫോൾട്ട് കുറച്ചിട്ട് നമ്മളെ വർക്ക് ചെയ്യുക. നമുക്ക് ജീവിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. നമ്മളൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയാലോ. ഞാനൊക്കെ നല്ലമായി കഷ്ടപ്പെട്ട് ഈ ഒരു ജോലി കൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് മര്യാദയ്ക്ക് കൊണ്ടുപോയിട്ട് ഇപ്പം നമുക്ക് പ്രായമായി, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നല്ലോണം അനുഭവിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഇപ്പോഴും ഹാപ്പിയാണ് ഈ ഒരു ജോലി കൊണ്ട്. ഞാൻ ഏജൻസി എടുക്കുന്നത് 86-ലാണ്. 86-ൽ ഞാൻ ഇവിടെ വരുമ്പോൾ ആകെ 3 ആളുള്ളൂ. ഒന്ന് യശോദ, ഒന്ന് പാത്തുമ്മക്കുട്ടി, ഒന്ന് അനിത, ഒന്ന് ഞാൻ. ഇവിടെ വരുമ്പോൾ മാസത്തിലൊരു മീറ്റിങ്ങൊക്കെ ഉണ്ടാവും. എന്നാലും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മീറ്റിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏജൻസി എടുത്ത അന്ന് മുതൽക്ക് കൊണ്ടോട്ടിയാണ് ഞാൻ ഏജൻസി എടുത്തത്. പക്ഷേ അന്ന് മുതൽക്ക് എനിക്ക് ഏറ്റവും അധികം എന്നെ സഹായിച്ച പോസ്റ്റ് ഓഫീസറാണ്. പോസ്റ്റ് ഓഫീസിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പോസ്റ്റ് മാഷ് എന്നെ ഒരു അച്ഛൻ്റെ മാതിരിയാണ് അന്നും ഇന്നും. പോസ്റ്റ് ഓഫീസിൽ ഞാൻ ചെല്ലുമ്പോൾ എന്തൊരു സ്വീകരണമാണെന്ന് എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല. അത്രയും വലിയ ഇതിലാണ് ഞാൻ. എല്ലാവർക്കും പോസ്റ്റ് ഓഫീസ് ബുദ്ധിമുട്ട് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു. വീട്ടിൽ നിന്നൊന്ന് നല്ലൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയണ മാതിരിയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്ന് ചെല്ലുമ്പോഴും ചായ, അങ്ങനെ അവരൊരു സീറ്റും, അങ്ങനെ ഇതേപോലെ തന്നെ എന്നും അവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ഏറ്റവും ടോപ്പ് ഏജൻറ്റ് ഞാൻ തന്നെയാണ്.
അന്നും ഇന്നും വേറെ ഒരു ഏജൻറ്റും അവിടെ എന്നെ മുന്നിലെത്തിയിട്ടില്ല കഴിഞ്ഞ മാസം വരെ. ഇനിയിപ്പോൾ എങ്ങനെയാണ് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ രാധ 1987 ഏജൻസി എടുത്താണ്. പിന്നെ ഇന്നത്തെ കാലന്മാരെയല്ല, അന്നൊക്കെ 10 രൂപയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഡെപ്പോസിറ്റ് ഓരോരുത്തരും തരുന്നത്. അത് 50 മാക്സിമം കിട്ടിയിട്ടുള്ളത് എൻ്റെ ആദ്യം. ആകെ 250 രൂപയായിരുന്നു അന്ന് കമ്മീഷനും കിട്ടിയിരുന്നത്. പിന്നെ അതൊക്കെ കൂടി ഓരോന്നായി സ്റ്റേജായിട്ട് ഇപ്പോൾ ഒരു ഇതിലെത്തിയതാണ്. അത്രയും നാളും ഞാൻ വലിയൊരു ഏജൻ്റല്ല, എനിക്ക് അത്ര കളക്ഷനും ഇല്ല ഇത്രയും കാലമായിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സൂക്കടായി, അത് മാറി. എന്നിട്ടും ഇപ്പോൾ റിട്ടയർഡായിട്ടും വീണ്ടും പണിയെടുക്കുകയാണ്. അതും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ, വേറെയുള്ളവരെ ആശ്രയിക്കരുത് എന്നുള്ളതില്ല. അതങ്ങനെ മുന്നോട്ട് പോകൊണ്ട് കഴിയുന്നിടത്തോളം പോകാമെന്നുള്ളതാണ്. പിന്നെ സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ 1990 ഏജൻസി എടുത്തത്. പിന്നെ ആ ഏജൻസി ആദ്യം തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ജോലി വേണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലായില്ല. അപ്പോൾ അങ്ങനെ ഒരു പത്രപരസ്യം കണ്ടു, ഇങ്ങനെ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് MBKBY ഏജൻസിനെ വെക്കുന്നുണ്ടെന്നും. ഞാൻ പെട്ടെന്ന് ബ്ലോക്ക് ഓഫീസിൽ വന്നു, പിന്നെ അപേക്ഷ കൊടുത്തു. അന്ന് ഒരു സെബാസ്റ്റ്യൻ സാറായിരുന്നു. സാറ് പെട്ടെന്ന് ഏജൻസി ശരിയാക്കി തന്നു. പിന്നെ ആദ്യമൊക്കെ പഞ്ചായത്തിൽ പോസ്റ്റ് ഓഫീസിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളെ ജോലി ഇതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ കുറേ അത് തരണം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ അങ്ങ് പോന്ന് പിന്നെ ഇപ്പോൾ 35 വർഷം കഴിഞ്ഞു ഏജൻസി എടുത്തിട്ട്. ഇപ്പോഴും ഒരുവിധം തെറ്റില്ലാതെ നന്നായി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ബ്ലോക്ക് ഓഫീസുമായിട്ട് അത്രയധികം കണക്ഷൻസ് ഇല്ല. നേരെ മറിച്ച് പോസ്റ്റ് ഓഫീസുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ. കാരണം ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിക്കൊണ്ടേയിരിക്കും. ബ്ലോക്ക് ഓഫീസിൽ എന്ന് പറഞ്ഞാൽ മാസത്തിൽ 1 പ്രാവശ്യം ഒരു റിവ്യൂ മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുക, പോവുക എന്നല്ലാതെ കൂടുതൽ നമ്മൾ ബ്ലോക്ക് ഓഫീസുമായിട്ട് കൂടുതൽ ടച്ചില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പോസ്റ്റ് ഓഫീസുമായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള നമ്മളെ വർക്കിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഒരു ജീവിത രീതിയിൽ നമുക്ക് ഈ പിന്നെ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഘടകമാണ്. കാരണം നമ്മൾ എന്തിനും ഏതിനും പോസ്റ്റ് ഓഫീസുമായിട്ടാണ് നമ്മൾ അതായത് പിന്നെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ പോസ്റ്റ് ഓഫീസിലൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും വന്നാലും അതിന് ഒരു 5-6 വർഷം മുൻപ് വരെ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം പോസ്റ്റൽ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ് മാഷിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഓരോ പ്രവർത്തനം. അപ്പോൾ അതിന് ഒരു ഇത് വന്നത് നമുക്കൊരു DD സാർ ഉണ്ടായിരുന്നു, ഒരു ഷാഫി സാറ് വന്നതിൻ്റെ ശേഷമാണ് ഓരോ പോസ്റ്റ് ഓഫീസിലും പോയി എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ സാറ് നേരിട്ട് പോയിട്ട് കണ്ടും അറിഞ്ഞും പറഞ്ഞും കുറേ ശരിയാക്കി വന്നു. അതിനുശേഷം പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറ് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനപ്പം ഒരു പരിഹാരം കാണും. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഏജൻറ്റുമാരുമായിട്ട് വളരെ സഹകരിച്ചു പോണ നല്ലൊരു സാറാണ് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയും ഷാഫി സാറിൻ്റെയും ഒന്നും ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ബ്ലോക്കിൽ നമ്മുടെ ഒരു ബ്ലോക്ക് ഓഫീസർ സുജാത മാഡം വളരെ എന്താ പറയുക, ഇപ്പം എല്ലാവരും പറഞ്ഞു അവരെ പറ്റി, എന്നാലും അവർ വളരെ ആക്റ്റീവായിരുന്നു. പിന്നെ അതുമല്ല അവർ ഏജൻറ്റുമാരെ കൂടെ നിൽക്കാനും ഏജൻറ്റുമാരെ കൂടെ നിർത്താനും അവർ വളരെ എന്താ പറയുക, വളരെ ആക്റ്റീവായിരുന്നു. പക്ഷെ അവരുടെ ഒരു വിയോഗം നമ്മളെ അവർ വിട്ടുപോയി. എന്നാലും പിന്നെ അത് നമുക്കൊരു നഷ്ടമായിട്ട് തോന്നുകയാണ്. പക്ഷെ ഇപ്പോഴുള്ള സാറന്മാരും അതേട്ടോ, വീഡിയോമാരായാലും ജിയോ സാറുമാരായാലും ഒക്കെ വളരെ നല്ല കോപ്പറേറ്റീവാണ്, നല്ല സഹകരണമാണ്. പിന്നെ ഇങ്ങോട്ട് എന്നെ എത്തിച്ച എൻ്റെ നല്ല സ്നേഹമുള്ള വിശ്വാസ്യതയുള്ള എൻ്റെ നാട്ടുകാരും എൻ്റെ ഡെപ്പോസിറ്റേഴ്സും പിന്നെ പോസ്റ്റൽ സ്റ്റാഫും ബ്ലോക്ക് ഓഫീസിലെ സാറന്മാരും അതിലുപരി നല്ല സപ്പോർട്ട് തന്ന എൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും ഒക്കെ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അന്ന് ഏജൻസി എടുത്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിൽ 3-4 ആൾക്കാർ പോയി. അതായത് 1-2 ആൾക്കാർ മരിച്ചിട്ടും അല്ലാണ്ട് നമ്മളെ നിന്ന് വിട്ടുപോയി. ബാക്കിയുള്ളവരും എല്ലാവരുമായിട്ട് നിലവിലുണ്ട്. ഞാനിപ്പോൾ 90-ലാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ സീനിയർ സിറ്റിസൺ തന്നെയാണ്. ഇപ്പം ഞാൻ
അക്കൗണ്ട് കുറവാണെങ്കിലും അതിൻ്റെ പേരിൽ മുന്നിലാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഇപ്പോഴും കളക്ഷന് കാര്യമായിട്ട് പോകാനൊന്നും എനിക്ക് വയ്യെങ്കിലും എൻ്റെ മോനെ സഹായിക്കണതിനെ കൊണ്ട് കളക്ഷൻ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെയെന്ന് പറയാൻ ഇപ്പം ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് ഹെഡ് പോസ്റ്റ് ഓഫീസാണ്. അവിടെ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നല്ല സുഖമാണ്. അവർ നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എത്ര കാലം ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് എനിക്കറിയില്ല. എത്രത്തോളം അത്രയേ ഉള്ളൂ. അതുവരെ ഉള്ള സംഗതി ഭംഗിയായിട്ട് പോകണം, അത് നിർബന്ധം. ഒരാളെ കൊണ്ട് ഒന്നും പറയിക്കാതെ നല്ല രീതിയിൽ പോകണം. ഇതുവരെ പോയി, ഇനി അങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കണം. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. സാറേ, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് സാറേ ഞാൻ ഒരു പരിപാടിക്കും വരാത്തത്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വരണമെന്ന്. ചെറിയ ഒരു അറ്റാക്കൊക്കെ വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഞാൻ. ഇനിയിപ്പോൾ വേറൊരു അസുഖമായിട്ട് ഇപ്പോൾ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആകുക, വിറയലും വിയർക്കലും ഒക്കെ ആയിട്ട് ഇപ്പോൾ അതൊരു അസുഖമുണ്ട്. അതിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ കളക്ഷനൊക്കെ ഞാൻ വണ്ടിയെടുത്ത് അനിയൻ്റെ മകനും കൂടെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അടയ്ക്കലാണ്. സ്റ്റെപ്പൊന്നും കയറണ്ടെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മീറ്റിങ്ങിന് പോലും വരാൻ കഴിയാത്തത്. സ്റ്റെപ്പ് കയറാൻ വയ്യ, അതുകൊണ്ട്. അപ്പോൾ അസുഖം മാറി എല്ലാം ശരിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ മൃദുല, മലപ്പുറം ബ്ലോക്കിൻ്റെ കീഴിൽ 2003 മുതൽ MPKBY ഏജൻ്റായി വർക്ക് ചെയ്യുന്നു. 2 വർഷത്തോളമായി ശാരീരികമായി എനിക്ക് സുഖമില്ലായിരുന്നു. ലിവർ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്ത് ഇതുവരെ എത്തി. ആ സമയത്ത് എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ സഹപ്രവർത്തകർക്കും സാറന്മാർക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനിയും ഈ ജോലിയുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ പ്രസിഡന്റ് വർക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസിഡന്റ് ഇസ്ലാമായിരുന്നു വിളിക്കുന്നു. കാരണം ഇവിടെ ഒരു കൂടി ആലോചന പ്രവർത്തനം ഉണ്ടെങ്കിൽ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം പോണാവട്ടെ, ഞങ്ങൾ പ്രവർത്തനമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബലം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ കൂട്ടായിട്ട് നമ്മളിവിടെ ഒരു പരിപാടി നമ്മൾ അച്ഛൻ്റെ ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു കൂട്ടായ്മ എന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മളെ MPKBY ഏജൻറ്റുമാരെ കളക്ഷൻ മലപ്പുറം ബ്ലോക്കിനെ സംബന്ധിച്ചോളം നല്ല കളക്ഷൻ ഉണ്ട്. നമ്മളെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പാദ്യം കൂടുതൽ സമ്പാദിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിലൂടെ നിങ്ങൾക്കും വരുമാനം വർദ്ധിപ്പിക്കുന്ന പരിപാടിയാണിത്. അപ്പോൾ നമ്മൾ ഡ്യൂ ഇല്ലാതെ നല്ല കൃത്യമായ രീതിയിൽ കൃത്യമായി മാസം തന്നെ പൈസ ഒക്കെ അടയ്ക്കണം. അത്ര എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. 12/5/2026 ഇവിടെ RD ഏജൻറ്റുമാരുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ഇവിടുത്തെ RD ഏജൻറ്റുമാർ. കാരണം അവർ എന്തിന് പ്രതിസന്ധിയെയും അവരെന്ത് ചെയ്തു, കളക്ഷൻ എടുത്തിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് അവർ വരുമാനമായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ബിസിനസ് വർദ്ധിക്കുന്നതിന് വളരെ നല്ലൊരു സേവനമാണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് അതും ഞങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ ഇവിടെ മൊത്തം 13 ഏജൻറ്റുമാരുണ്ട്. ആ എല്ലാ ഏജൻറ്റുമാരും നല്ല അവരുടെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് അവർ നന്നായി പണം സമാഹരിച്ച് അവരിവിടെ കൊണ്ട് അടയ്ക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആളുകളും എബോ 60 വയസ്സിന് മേലെയാണ്. എന്നാലും അവരും അവരുടെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അവരും ശ്രമിക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ ദേശീയ സമ്പാദ്യ പദ്ധതിൻ്റെ ഇതിൽ ചേർന്നിട്ട് ഏകദേശം 15 വർഷമായി. ആദ്യം എനിക്ക് ഓർമ്മ തുടങ്ങിയ സമയത്ത് ഞാൻ 1000 ഞാൻ ചേർന്നത് ഫസ്റ്റ് ഒരു ഏജൻറ്റ് വന്ന സമയത്ത്. പിന്നെ ഞാൻ 5000 ഇപ്പം ഞാൻ 10000 ഒരു ഇതാണ് മന്ത്ലി അടച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് 100% വിശ്വസിക്കാം. കാരണം അടയ്ക്കുന്ന ക്യാഷ് 100% ഭദ്രമാണ് എൻ്റെ ഇതിൽ നിന്നുള്ളത്. കാരണം കുടുംബത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് സേഫ്റ്റിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ചു കിട്ടുന്നത്. അതാണ് ഏറ്റവും പ്രത്യേകത. 5 വർഷമാണ് കാലാവധിയെങ്കിൽ 3 വർഷം കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ചു കിട്ടും. പിന്നെ അഥവാ നമ്മൾ ഒരു 2-3 അടവ് അടച്ചിട്ട് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് ഫുള്ളായിട്ട് കിട്ടും. അതും ഒരു വലിയൊരു ഇതാണ് ചെയ്യുന്നത്. ഞങ്ങളെപ്പോലുള്ള സാധാ ആളുകൾക്ക് അത് വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് എടുക്കാൻ വന്നത് എൻ്റെ കഴിഞ്ഞു ക്ലോഷർ ചെയ്യാൻ വന്നതാണ്. നിലവിൽ 5-ൻ്റെയാണ്. ഇനി കുറച്ച് വലിയ എമൗണ്ട് കൂട്ടാൻ തന്നെയാണ് ഞാൻ നിലവിൽ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടും വളരെ നല്ല പദ്ധതി തന്നെയാണ് ദേശീയ സമ്പാദ്യ പദ്ധതി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു.
പോസ്റ്റ് ഓഫീസിൽ ഇത് തുടങ്ങിയിട്ട് 10-25 വർഷമായി. ഇപ്പോൾ ഞങ്ങളത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതുവരെ ഉള്ളത് കഴിഞ്ഞിട്ട് കാലാവധി 5 വർഷം പൂർത്തിയായപ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ 22-23 വർഷമായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് 5 വർഷം കൂടുമ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് കയറാൻ വേണ്ടി വന്നതാണ്. നല്ല പരിപാടിയാണ്. വീട്ടിലുള്ള സ്ത്രീകൾക്ക് മാസത്തിൽ പിന്നെ ഒരു 3000 റുപ്യ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്യം തുറന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വേറെ ഞങ്ങളിവിടെ അടുത്ത് ഞങ്ങൾ സ്റ്റൂഡ് പറഞ്ഞ സ്ഥലത്താണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. ഇനി അടുത്തത് നോക്കിയിട്ട് എന്താ ഇതിൻ്റെ മട്ടന്മാരി ഞങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. മലപ്പുറം ജില്ലയിലെ MKPBY ഏജൻറ്റുമാരുടെ ജില്ലാ സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മഹിളാ പ്രധാന ഏജൻറ്റുമാരായിട്ട് 28 പേരാണുള്ളത്. സാമ്പത്തിക മേഖലയിലുള്ള ഇവരുടെ പ്രവർത്തനം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായി സമ്പാദ്യശീലം വളർത്തുന്നതിനും ഇവരുടെ പ്രവർത്തനം വളരെയധികം പ്രശംസനീയമാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള RD ഏജൻറ്റുമാരുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് വനിതകളായതുകൊണ്ട് തന്നെ വനിതാ ശാക്തീകരണ മേഖലയിലും ഇവരുടെ പ്രവർത്തനം എടുത്തു പറയേണ്ട വസ്തുതയാണ്. സർക്കാരിൻ്റെ സമ്പാദ്യ പദ്ധതികളും സാധാരണക്കാരും തമ്മിലുള്ള ഒരു സാമ്പത്തിക പാലമായി മലപ്പുറം ബ്ലോക്കിലെ ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നു. ഈ ജില്ലാ സമ്മേളനം നമ്മുടെ ജില്ലയിലെ എല്ലാ ഏജൻറ്റുമാർക്കും പുതിയ അറിവുകളും ആവേശവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഈ ഡോക്യുമെൻ്ററി നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ കഥ ലോകത്തിന് മുന്നിലെത്തിക്കാൻ കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.